ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രിപ്സി നൊമാഡ്സ്. അങ്ങനെ 2-2.5 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ്. നമ്മുടെ ഇത്തവണത്തെ ട്രിപ്പ് അൽബേനിയയിലേക്കാണ്. ന്യൂറംബർഗ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ടിരാന എയർപോർട്ടിലേക്കാണ് നമ്മൾ ഫ്ലൈറ്റ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു 2 hour ഫ്ലൈറ്റിന് ശേഷം നമ്മൾ ടിരാന ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു റോഡ് ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്ന ഒരു കാർ റെന്റിന് എടുക്കുക എന്നുള്ളതായിരുന്നു. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത്രയും ഒരു ഈസി പ്രോസസ്സ് ആണെന്നുള്ളത്. കാരണം നമ്മുടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് എയർപോർട്ടിൻ്റെ 2 സൈഡിലും ഇഷ്ടംപോലെ കാർ റെൻ്റൽ ഷോപ്പുകൾ കാണാൻ പറ്റും. ഞങ്ങൾ അവിടെ കാർ റെൻറ്റിനെടുത്തു. ഞങ്ങൾക്ക് പെർ ഡേ 40 euroയ്ക്കാണ് കാറ് കിട്ടിയത്. നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്റ്റേ ആണ് ആദ്യത്തെ ദിവസം ബുക്ക് ചെയ്തത്. നമ്മളെല്ലാ സ്റ്റേയും ബുക്ക് ചെയ്തത് booking.com വഴിയാണ്. അത്യാവശ്യം നല്ല ചീപ്പായിട്ടാണ് നമുക്കെല്ലാം കിട്ടിയത്. അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ഡേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബെറാത്താണ്. ഇവിടെ ചില സ്ഥലങ്ങളിലൊന്നും കാർഡ്സ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇവിടുത്തെ കറൻസി ലെക്കാണ്, എന്നാലും ഇവർ യൂറോ അക്സെപ്റ്റ് ചെയ്യും. കയ്യിൽ കാശ് കൊണ്ട് നടക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഹലോ ഗൈസ്, അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഹോട്ടലിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സത്യം മനസ്സിലായത്. അവരുടെ മെനു ഫുള്ള് അൽബേനിയൻ ലാംഗ്വേജിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഞങ്ങളുടെ അവരുടെ EU സിം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അന്നേരം തന്നെ വോഡാഫോണിൻ്റെ ഒരു eSIM എടുത്തു. അത് അത്യാവശ്യം നമുക്ക് ഹെൽപ്ഫുള്ളായി. നമ്മൾ ഈ സമ്മറിന് അൽബേനിയ പോകാമെന്ന് വിചാരിച്ചത് തന്നെ മൾട്ടിപ്പിൾ എൻട്രി ഷെങ്കൻ വിസ ഉള്ളവർക്കും UK വിസ ഉള്ളവർക്കും വേറെ വിസയോ മറ്റ് വിസകളോ ഒന്നും ആവശ്യമില്ല. സെക്കൻഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് തന്നെ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്, സ്റ്റിൽ നമുക്ക് നമ്മുടെ ലൈസൻസ് മാത്രം മതി. പിന്നെ യൂറോപ്പിലെ മറ്റ് ഡെസ്റ്റിനേഷൻസ് വെച്ച് നോക്കുമ്പോൾ അൽബേനിയ നല്ലൊരു ചീപ്പായിട്ടുള്ളൊരു ഓപ്ഷൻ കൂടിയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായ ബെറാത്തിലെത്തി. നല്ലപോലെ തിരക്കുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ പാർക്കിംഗ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ സിറ്റിയുടെ ആർക്കിടെക്ചറും ഇവിടുത്തെ സീനറിയും തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ റോഡിൻ്റെ 2 സൈഡിലുമായിട്ട് കാണുന്ന വൈറ്റ് ഓട്ടോമൻ ഹൗസസ്, അതുപോലെ തന്നെ ഓസം റിവർ നെക്രോസ് ആയിട്ടുള്ള ബ്രിഡ്ജസ്, പിന്നെ ബെറാത്ത് കാസിൽ, ഇതൊക്കെയാണ് മറ്റ് ഹൈലൈറ്റ്സ്. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് അൽബേനിയയിലെ കാൽപ്പനിക നഗരമായ ബെറാത്തിലാണ്. ഈ കാണുന്നത് തൗസൻഡ്സ് ഓഫ് വിൻഡോസ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റാണ്. ഇത് ഫുള്ള് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞു 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 ഊപ്പറി 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 കുഞ്ഞു മണ്ടയ്ക്കൊന്ന് വീട്ടാണെങ്കിൽ ഒരു വീടടിച്ച് മണ്ടയ്ക്കൊന്ന് വീടാലോ. അതിൻ്റെ അപ്പുറത്തെ വേറെ ഗുഡ് ഐഡിയ. പിന്നെ വീടടിക്കുന്നു, ബാക്കിലെ വ്യൂ കാണാം. അങ്ങനെ ബിയർ അടിച്ചുകൊണ്ട് വ്യൂ കാണാൻ വേണ്ടി നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പായ ജിറോകാസ്റ്ററിലേക്ക്. അങ്ങനെ വൈകിട്ട് ഒരു 5-6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ജിറോകാസ്റ്ററിലെത്തി. നമ്മളുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരുടെ തന്നെ കടയുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു. നമ്മളുടെ ഈ എൻ്റയർ ട്രിപ്പിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കിട്ടിയ റൂമാണിത്. ഇത് ജസ്റ്റ് 42 euros ഫോർ 4 people വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ജിറോകാസ്റ്റർ എത്തിയപ്പോഴത്തേനും ഓൾമോസ്റ്റ് ഇരട്ടിയായിരുന്നു. അതുമാത്രമല്ല നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമും ആയി. പിന്നെ ചാമ്പ്യൻസ് ലീഗ് നടക്കുന്നതുകൊണ്ട് തന്നെ അമലിന് മാച്ച് കാണണമെന്ന് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാച്ച് കാണാനും ഒപ്പം നല്ല ചീപ്പായിട്ട് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം തപ്പി അങ്ങനെ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. അങ്ങനെ ഫുട്ബോൾ മാച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ജിറോകാസ്റ്റർ സ്ട്രീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. നമ്മൾ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ജിറോകാസ്റ്റർ. ഭയങ്കര ഹാപ്പനിങ് ആയിരുന്നു. ഇതിപ്പോൾ നൈറ്റ് ഓൾമോസ്റ്റ് 2 ഒക്കെ ആയിരുന്നു. പക്ഷേ സ്റ്റിൽ അവിടെ മൊത്തം ആൾക്കാരും ബഹളവും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു. കല്യാണത്തിന് പോയിട്ട് തിന്ന് ഞങ്ങൾ ആ കല്യാണത്തിൻ്റെ ഐസ്ക്രീം മൊത്തം 8 ഐസ്ക്രീം. അങ്ങനെ ഞങ്ങൾ ജോമിയുടെ തള്ളുകഥകളെല്ലാം കേട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് പയ്യെ റൂമിലേക്ക് പോയി.
സോ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഈ ട്രിപ്പ് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മളെപ്പോഴും സ്റ്റേ ബുക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒത്തിരി സമയം സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിയർ ബൈ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ തപ്പിപ്പിടിച്ച് നമ്മുടെ കുറേ സമയം അവിടെ പോകും. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ പോയത് ജിറോ കാസിലോട്ടായിരുന്നു. ഒരു എൻട്രി ഫീ ഓൾമോസ്റ്റ് 4 to 5 euro എന്തോ ആയിരുന്നു. അപ്പം ആദ്യം നമ്മൾ ഓർത്ത് പോകണ്ടാന്ന്, പിന്നെ നമ്മൾ ഓർത്ത് തന്നെ പോയേക്കാം, ഇനി എന്തായാലും വരത്തില്ലല്ലോ. പക്ഷെ നല്ലൊരു വ്യൂ ആയിരുന്നു, പോയില്ലായിരുന്നെങ്കിൽ നമുക്ക് മിസ്സായേനെ. സോ ജിറോകാസ്റ്റർ വിസിറ്റ് ചെയ്യുമ്പോഴത്തേനും ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ജിറോകാസ്റ്റർ കാസിൽ. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? മനു എന്തോ അടി കാണിക്കുന്നു. ഇതെല്ലാം വ്ളോഗിൽ വരുവേ. കാസ്ലിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും ജിറോകാസ്റ്റർ സ്ട്രീറ്റിലേക്ക് പോവാണ്. നമ്മൾ മോർണിംഗിൻ്റെ ഒരു വ്യൂ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഊട്ടിയിലും മൂന്നാറിലും ഒക്കെ കാണുന്ന പോലെ സൈഡിലെല്ലാം ഇങ്ങനെ ഓരോ ആൾക്കാർ ഓരോ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജിറോകാസ്റ്ററിൽ നിന്ന് ഇറങ്ങി ഒരു 30 minutes ഡ്രൈവിൽ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടിലെത്തി. നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ സ്പോട്ടിലേക്ക് എത്താൻ ഒരു 20 minutes വാക്കിംഗ് ഉണ്ട്. അപ്പോൾ നല്ല ചൂടും പിന്നെ കൂടെയുള്ളവർക്കൊക്കെ നടക്കാൻ മടിയായിരുന്നതുകൊണ്ട് ഞങ്ങളൊരു ഈ സ്കൂട്ടർ റെൻ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട്, ബ്ലൂ ഐ. നിങ്ങൾക്ക് കാണാം നല്ല നീല നിറമാണ് ഇവിടുത്തെ വെള്ളത്തിനൊക്കെ. അപ്പം ഈ ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കിനും നമുക്കൊരു ബ്ലൂ ഐയുടെ ഷേപ്പിൽ കാണാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ജിറോകാസ്റ്ററും ബ്ലൂ ഐയും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സറണ്ടയാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇതാണ് നമ്മൾ സറണ്ടയിൽ റെൻ്റ് ചെയ്ത അപ്പാർട്ട്മെൻറ്റ്. ഇത് 2 ദിവസത്തേക്ക് 120 euros ആയിരുന്നു 4 പേർക്കും കൂടി. നമ്മൾ രാവിലെ ജിറോകാസ്റ്ററിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇതുവരെ ഒന്നും കഴിച്ചില്ലായിരുന്നു. സോ എല്ലാവർക്കും നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു ബീച്ച് വ്യൂ ഒക്കെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ കഴിക്കാൻ കയറി. പിടിക്കുന്നു, കറി വെക്കുന്നു. സറണ്ട നൈറ്റ് ഭയങ്കര ലൈവ്ലിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ ആൾക്കാർ ക്യാൻവാസ് ചെയ്യാൻ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് ബോട്ട് ട്രിപ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസിൻ്റെ പാക്കേജസ് ഉണ്ട്. പക്ഷെ നമ്മൾ ലാസ്റ്റ് ടൈം ക്രൊയേഷ്യയിൽ പോയി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം സറണ്ടയിൽ പാക്കേജസ് ഒന്നും എടുത്തില്ല. അവിടുത്തെ നൈറ്റ് വ്യൂ ഈ കാണുന്ന പോലെ ഭയങ്കര രസമാണ്. അതൊക്കെ കണ്ടിട്ട് നമ്മൾ പയ്യെ തിരിച്ച് റൂമിലേക്ക് പോയി. ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ 3rd ഡേ ആണ്. ആൻഡ് നമ്മൾ ഇന്ന് പോകുന്നത് സാമൽ എന്ന് പറഞ്ഞൊരു ബീച്ചിലാണ്. ഇവിടുത്തെയൊക്കെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മിക്ക ബീച്ചുകളും പ്രൈവറ്റ് ബീച്ചസ് ആണ്. അപ്പം പൊടാസാമൽ എന്ന് പറഞ്ഞത് ഒരു റെസ്റ്റോറൻ്റ് ആണ്, അവരുടെ ഒരു പ്രൈവറ്റ് ബീച്ചാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ബീച്ച്. പ്രൈവറ്റ് ബീച്ചസ് ആക്സസ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. അവിടുത്തെ സൺ ലോഞ്ചേഴ്സ് നമ്മൾ റെൻറ്റിന് എടുത്താൽ മതി. ഞങ്ങൾക്ക് 4 പേർക്കും കൂടി 50 euros ആണ് ഒരു ഫുൾ ഡേക്ക് റെൻറ്റിനായത്. ആക്ച്വലി ഇത് ഞങ്ങളുടെ ലൈഫിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ സാമൽ ബീച്ചിൽ വന്നിട്ട് സൺ ലോഞ്ചറൊക്കെ റെൻറ്റിനെടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ കുറ്റിയടിച്ചിരിക്കുമായിരുന്നു. നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് സൺസെറ്റ് കാണാൻ ലേക്ക് കുറേസി കാസിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ക്യാഷ്വലായിട്ടിട്ടൊരു പ്ലാനാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മൾ കണ്ടത് നമ്മുടെ ലൈഫിലൊരു ബെസ്റ്റ് സൺസെറ്റ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഈ കാസിൽ സറണ്ടയിൽ നിന്ന് ജസ്റ്റ് ഒരു 20 minutes ഡിസ്റ്റൻസേ ഉള്ളൂ. അതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ യങ്സ്റ്റേഴ്സ് മാത്രമല്ല, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും ഇസ് ലിവിങ് ദിയർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. നമ്മൾ ഇന്ന് തിരിച്ച് സറണ്ടയിൽ നിന്ന് ടിരാനയിലേക്ക് പോവാണ്. ടിരാനയിൽ നിന്നാണ് നാളെ നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ പോകുന്നത് വ്ലോറ വഴിയാണ്. വ്ലോറയിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ കളർഫുൾ ഓൾഡ് ടൗൺ, ഒരു ബീച്ചും ഉണ്ട്. പക്ഷെ നമ്മൾ ഓൾറെഡി ബീച്ചിൽ ഇറങ്ങിയതുകൊണ്ട് ബീച്ചിൽ പോയില്ല. പകരം നമ്മൾ ഇവിടെ കയറിയത് സ്വർണക് മൊനസ്ട്രിയിലാണ്.
നമ്മൾ പോണ വഴിക്ക് ഒരു വലിയൊരു സസ്പെൻഷൻ ബ്രിഡ്ജ് കണ്ട് അവിടെ സ്റ്റോപ്പ് ഓവർ ചെയ്തതാണ്. എക്സാക്ട്ലി ഇത് ഏതാ പ്ലേസ് എന്ന് അറിയത്തില്ല, പക്ഷേ നല്ലൊരു രസം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. ഏകദേശം ഒരു 5 മണി 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ടിരാനയിലെത്തി. നമ്മൾ ടിരാന സെൻറ്ററിൽ തന്നെയാണ് സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത്, ബിക്കോസ് നമുക്ക് നാളെ ഇവിടെ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത്. 3-4 ദിവസം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും നമ്മളൊക്കെ മടുത്തു. സോ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പി നമ്മൾ രാത്രി നടന്നു. അങ്ങനെ ഒരു അടിപൊളി ഇന്ത്യൻ റെസ്റ്റോറൻറ്റും കണ്ടുപിടിച്ച് അവിടെ നല്ല കിടില മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് പോയി. സോ അങ്ങനെ ഇന്ന് നമ്മുടെ അൽബേനിയ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. രാവിലെ തന്നെ ജോമിക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് അവനെ ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു. ഞങ്ങളുടെ ഫ്ലൈറ്റ് രാത്രി 8 മണിക്കാണ്. പക്ഷേ ഒരു 5 മണി വരെ തിരാനയിലൊക്കെ കറങ്ങി തിരിഞ്ഞിരുന്നിട്ട് ഒരു 5 ആകുമ്പോൾ എയർപോർട്ടിൽ പോകാമെന്നൊക്കെ വിചാരിച്ചു. നമ്മൾ സ്റ്റേ എടുത്ത സ്ഥലത്ത് തന്നെ നമുക്ക് ലഗേജ് ഡ്രോപ്പ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ലഗേജൊക്കെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് തിരാന സിറ്റി സെൻറ്ററിൽ കൂടെയൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഈ സിം എടുത്തിട്ടുണ്ടായിരുന്നത് ജോമിയാണ്. പക്ഷേ ജോമി രാവിലെ തന്നെ പോയതുകൊണ്ട് നമുക്ക് പിന്നെ ഒത്തിരി ഗൂഗിൾ ചെയ്ത് അവിടെ ഇവിടെയൊന്നും പോകാൻ പറ്റിയില്ല. ഇവിടെ കേബിൾ കാറും അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഫൈനൽ ഡേ ആയതുകൊണ്ട് നമ്മുടെ കയ്യിലും കാശൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കയ്യിലുണ്ടായിരുന്ന ലാസ്റ്റ് തരി ലെക്കും യൂറോയും എല്ലാം ഓരോ ആൾക്കാർക്ക് പെറുക്കി കൊടുത്ത് കംപ്ലീറ്റ്ലി കയ്യിലൊന്നും ഇല്ലാതെയാണ് ഈ നടക്കുന്നത്. നമുക്ക് തിരാന സെൻറ്ററിൽ നിന്ന് തിരാന എയർപോർട്ട് വരെ പോകാൻ ബസ് സർവീസസ് ഒക്കെ ഉണ്ട്. ലക്കിലി ഇവർ കാർഡും അക്സെപ്റ്റ് ചെയ്യും. പെർ പേഴ്സൺ 4 യൂറോ ആണ് ആവുന്നത്. സോ നമ്മുടെ അൽബേനിയ വ്ലോഗ് ഇവിടെ തീരാണ്. മറ്റൊരു വ്ലോഗുമായി കാണുന്നവരെ ബൈ. Signing off.